അവർ അഭിനയിച്ചിട്ട് പൈസ തന്നില്ലടാ എന്നൊക്കെ പറയും. എനിക്കതൊക്കെ ഇനി പറയാറുണ്ട്. അതുകൊണ്ടാണ് രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ ഇത്ര ഹിറ്റാകാൻ കാരണം. അങ്ങനെയല്ല, സുഗുണം പോവരുത്, എൻ്റെ ഭാര്യ എന്നോട് സുഗുണം പോവരുത്. ഈ ടീമിൻ്റെ ഉള്ള അനുഭവം മറക്കാൻ പറ്റില്ല. അത്ര നാളെ താനൊരു നല്ല ആക്ട്രസ് ആവാം, നാളെ ചിലപ്പോൾ ഒരു നല്ല എന്ത് വേണമെങ്കിലും ആകാം. നമ്മുടെ പരിശ്രമം പോലെ ഇരിക്കും. നമ്മുടെ കുടുസോ. ശിവകുമാർ കാങ്കോലിന്റെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങുന്ന സിനിമാ വീട് അവതരിപ്പിക്കുന്ന അന്തൃതിമാൻ എന്ന മനോഹരമായിട്ടുള്ള സിനിമയുടെ എക്സ്ക്ലൂസീവ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് മലയാളികളുടെ എക്കാലവും പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടനും ഡയറക്ടറും ചീഫ് അസോസിയേറ്റുമാണ്. അപ്പോൾ നമുക്ക് അന്തൃതിമാന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? നമസ്കാരം. മലയാളികൾ എപ്പോഴും പുതുമയും വ്യത്യസ്തതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അന്തൃതിമാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം അന്തൃതിമാൻ എന്നുള്ള ഒരു ടൈറ്റിൽ നെയിം തന്നെയാണ്. ഈ ഒരു ടൈറ്റിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ആരാണ് ഈ അന്തൃതിമാൻ? അതൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിലേക്ക് എത്താനുള്ളൊരു റീസൺ എന്തായിരുന്നു? അന്തൃമാൻ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അബ്ദുറഹ്മാൻ എന്നൊക്കെ പേരിനെ ലോപിച്ച് അന്തൃമാൻ എന്നാണ് വിളിക്കാറ്. അതിലൊരു മാൻ ഉണ്ട്, ഒരു മനുഷ്യനുണ്ട്, അന്തൃമാൻ. അതിനിടയ്ക്ക് ഒരു ഇതാ ചേർക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഒരു മാനം വരും. അതിനൊരു കൗതുകത്തിനപ്പുറത്ത് അന്ത്രു എന്ന മനുഷ്യൻ, അതിലത്തെ ഒരു മനുഷ്യ സ്നേഹമുള്ള വളരെ മനുഷ്യപറ്റുള്ള ഒരു കഥാപാത്രമാണത്. അപ്പോൾ അതിന് ആപ്റ്റായ ഒരു പേര് അതായിരിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് അന്തൃമാനാണ്. അന്തർമാന്റെ ഇടയിൽ ഒരു കയറി നിൽക്കുകയാണ്. അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സീരിയസ് ആണ് അതിലെ പ്രമേയം. സീരിയസ് ആയ പ്രമേയം ഒരു ലെയർ അതിനകത്തുണ്ട്. അല്ലാതെ വളരെ സാധാരണ ജീവിതം, വളരെ സൂക്ഷ്മമായ, വളരെ സാധാരണ പുറമ്പോക്കിലുള്ള സാധാരണ മനുഷ്യരുടെ സാധാരണ കഥയാണത്. മറ്റൊരു ലെയർ അതിനുണ്ടാവും. അത് പ്രേക്ഷകർ കണ്ടിട്ട് അവർക്ക് കിട്ടിയാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാവും. അല്ലാതെ ഒരു സിനിമയുണ്ട് അതിനകത്ത്, നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലൊരു സിനിമയുണ്ട്, അതിനകത്തും ഒരു സിനിമയുണ്ട്. മലയാളികൾ എപ്പോഴും ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ പോലെ ഉള്ള ഒരാളെ എപ്പോഴും എന്താ പറയുക, കൂടുതൽ ഹാസ്യപരമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. 90s പൊതുവെ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും, മലയാളികൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിലൊരാളാണ് അശോകേട്ടൻ. എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതാനേ അറിയുമെന്ന് ഒരു സിനിമയിൽ പറഞ്ഞത്. അത് ജീവിതത്തിൽ എപ്പോഴും എന്നെ ചിരിപ്പിക്കുന്ന, ഓർത്താൽ ഞാൻ ചിരിക്കും. എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാനേ അറിയുമെന്ന് പറയുന്ന അതുപോലെ അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് വേഷങ്ങൾ ചെയ്ത ഒരാളാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിലൊരു ഇന്നസെൻ്റായ ഒരു മനുഷ്യനാണ്. ആളുകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കൊടുക്കണമെന്നില്ല. അങ്ങനെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാണ്, പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതല്ലാത്ത മറ്റൊരു ഒരു രീതിയിൽ അത് അവതരിപ്പിക്കണം. അപ്പോൾ ആര് ചെയ്യാൻ പറ്റും? നമ്മൾ വളരെയേറെ ആലോചിച്ചു ഒക്കെയാണ് ചെയ്തത്. അശോകേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അശോകേട്ടനെ ആളുകൾക്ക് ഇഷ്ടമാണ്. അശോകേട്ടനെ അത്രയേറെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു മുഖം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് കൂടി ഒരു അറ്റൻഷൻ കിട്ടും. അപ്പോൾ ഇത്രയും വലിയ സിനിമകൾ നിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത്, ആ സിനിമയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അതെന്ത് തന്നെ ആയാലും, ഏത് സിനിമയുള്ള സമയത്താണെങ്കിലും ഞങ്ങളുടെ സിനിമ മറ്റുള്ളവർക്ക് സ്വീകാര്യമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ അത്ര ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സമയം ഇത് റിലീസ് ചെയ്യാൻ ചൂസ് ചെയ്യാണ്ട് അത് ഞങ്ങൾ അതിനെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ളൊരു തോട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആണെങ്കിലും ഇത് പറഞ്ഞ വളരെ തിരക്കുള്ള, വളരെ വലിയ നേട്ടങ്ങളും വിജയങ്ങളും ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ സമൂഹമാണത്. അവരുടെ ഒഴുക്കാണ്, തിരക്കിട്ടുള്ള പോക്കാണ്. തീർച്ചയായിട്ടും അതിനകത്ത് അന്തർമാനെ പോലെ ഒരു മനുഷ്യനെ ഇടിച്ചു കയറാൻ പറ്റില്ല. അയാൾക്ക് അയാളുടെ റൂട്ടിൽ സഞ്ചരിക്കാനേ പറ്റൂ. അയാൾ ഉണ്ടാക്കുന്ന വഴിയിൽ പോകാനേ പറ്റൂ. അത് വലിയ മനുഷ്യരും വലിയ സങ്കല്പങ്ങളും വലിയ സ്വപ്നങ്ങളും ഒക്കെയുള്ള തിരക്കുള്ള മനുഷ്യർക്കിടയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ചെറിയ മനുഷ്യരില്ലേ, അവരും ജീവിച്ചു പോകുന്നില്ലേ? അതുപോലെ ഈ ചെറിയ സിനിമയും അതിജീവിച്ചേക്കും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് അന്തർമാൻ. അപ്പം ഞാൻ ഹരിശ്രീ അശോകൻ ചേട്ടനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ 90s കാലഘട്ടം, നമ്മൾ സിനിമ കാണുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് ഹാസ്യ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് നമ്മളെയൊക്കെ ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡയലോഗുകളുണ്ട്, കാണാതെ ഇപ്പോഴും അറിയാവുന്ന കുറേ ഡയലോഗുകളുണ്ട്. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ വളരെ കൊമേഡിയൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നടനാണ്. അങ്ങനെ തന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഹരിശ്രീ അശോകൻ സാറും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് ഒരുപാട് തമാശ പറയുന്ന ആളുകൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി നമുക്കത് ഫീൽ ആവും, കണക്റ്റ് ആവും. എപ്പോഴും ചിരിക്കുന്ന ആൾക്കാർ വിഷമിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ രണ്ടും ചെയ്യുമ്പോൾ ഒരു എളുപ്പമാണോ, ഏതാണ് എളുപ്പം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എങ്ങനെയുണ്ട്? ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ വ്യത്യസ്തതയാർന്ന രണ്ട് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ്
അഭിനയിച്ച് വെക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ അഭിനയത്തിൽ തമാശക്കൊരു അഭിനയം, സീരിയസ് ആയിട്ട് അഭിനയിക്കൊരു അഭിനയം, ഇങ്ങനെ പല വികാരങ്ങളും നമ്മൾ ചെയ്യണം. ഒരു നടനെ സംബന്ധിച്ചിട്ട് നവരസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നെല്ലാം അതിൻ്റെ അഭിനയത്തിലുള്ളതാണ്. ഇപ്പം ഞാൻ പഞ്ചാബി ഹൗസ് ചെയ്തത് കോമഡി ആയിട്ടല്ല, ആ ഒരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും രമണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെയാണ് ഞാൻ ഫോളോ ചെയ്തത്. അതിന് വിദ്യാഭ്യാസമൊന്നുമില്ല, അന്തൃതമേനും വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ അവൻ ജനിച്ച് വളർന്ന സ്ഥലവും അവൻ്റെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ക്യാരക്ടറാണ് ഞാൻ പിടിച്ചത്. അതാണ് എനിക്ക് ഡയറക്ടർ പറഞ്ഞു തന്നത്, ഇങ്ങനെ പിടിക്കേണ്ടത്. രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കടലിൽ ഫിഷിങ്ങിനൊക്കെ പോവുക, അങ്ങനെ ഒരു മുതലാളി എൻ്റെ ഒരു ബോട്ട് കൊണ്ട്. അപ്പോൾ അവിടെ കൊച്ചിയിലുള്ള ഒരു ക്യാരക്ടർ വേറെയാണ്, ഇത് ഈ പയ്യന്നൂർ ആ ഏരിയയിലേക്കുള്ള ക്യാരക്ടർ വേറെ. രണ്ടും രണ്ട് ക്യാരക്ടറാണ്. ഇത് മുതലാളിക്ക് വേണ്ടി ജീവിക്കുന്നു, അത് മരിക്കാൻ നേരത്ത് കഞ്ഞിവെള്ളം തന്ന ആളാണ് ഗംഗാരം മുതലാളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി അത് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന ഈ പഞ്ചാബി ഹൗസിൽ കിട്ടുന്ന കഞ്ഞിയില്ലേ, അത് കുടിക്കുമ്പോൾ ഒരു സുഖം എന്നും പറഞ്ഞ് ഞാൻ സീൻ അഭിനയിച്ചത് കട്ട് ചെയ്ത് പോയി. ഇവിടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്ത്രു എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ അന്ത്രു എന്ന് പറയുന്ന ഈ ക്യാരക്ടർ നാട്ടിൽ ഒന്നും പ്രതീക്ഷിക്കാതെ പലരും സഹായിക്കുന്ന ഒരുത്തരാണ്. അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. തീർച്ചയായിട്ടും. അപ്പോൾ അവിടുത്തെ അന്തരം ഇങ്ങനെയാണ്. അതാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആരെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ അപ്പം ചെന്ന് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ചില ജോലികൾക്ക് വേണ്ടിയിട്ട് ജനിച്ച ഒരാൾ, അതിന് അന്തരൂനെ വിളിച്ചാൽ മതി. അങ്ങനത്തെ ജോലികളായിരിക്കും അവനെ. ഇപ്പോൾ മതിൽ പണിയണം, അന്തരൂനെ വിളിച്ചിട്ട് കാര്യമില്ല. ഒരു സോഫ പണിയണം, അന്തരൂനെ വിളിച്ചിട്ട് കാര്യമില്ല. അന്തരൂന് ചെയ്യാൻ പറ്റിയ ചില ജോലികളുണ്ട്, അതിന് അന്തരൂനെ വിളിച്ചോ. പക്ഷെ അത് വേറെ ആർക്കും അറിയാനും പാടില്ല. പക്ഷെ അതൊരു ഈസി ആയിട്ട് നിഷ്കളങ്കമായിട്ട് പോയി ചെയ്തു കൊടുക്കാതെ പൈസ പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് അന്ത്രു ദ മാനിലെ അന്ത്രുവും പഞ്ചാബി ഹൗസിലെ രമണനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും രണ്ട് ക്യാരക്ടറാണ്. അതിൽ കുറച്ച് തമാശ സിറ്റുവേഷൻ ഉണ്ട്, ഇതിനകത്ത് തമാശ സിറ്റുവേഷൻ. പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ കുറേ തമാശകളുണ്ട് ഇതിൽ, അതറിയാവുന്നവർ അത് കണ്ട് ചിരിച്ചോളൂ. ഹരിശ്രേഷ്ഠൻ ചേട്ടനെ എങ്ങനെ കാണാനാണ് കൂടുതൽ ഇഷ്ടം? നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ കാണുമ്പോൾ അഭിനയിച്ചു വെച്ച ക്യാരക്ടേഴ്സ് രണ്ട് ഓഫ് കോഴ്സ് നമ്മൾ ചെയ്താണ്, നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൽ സന്തോഷമായിരിക്കും. എന്നിരുന്നാൽ കൂടെയും ഇതിൽ രണ്ടിൽ ഏത് കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത്? അല്ല, എനിക്കിത് ആസ്വദിച്ചു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഞാനല്ലല്ലോ, എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് രണ്ട് ക്യാരക്ടറും. അത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങളുടെ അന്ത്രൂത മാനിൽ രമണൻ ചെയ്തതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ ചെയ്തിട്ടോ, രണ്ടും ഒരു ക്യാരക്ടറാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ കഴിവുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ രസമായിട്ടുണ്ട്, രമണൻ്റെ പോലത്തെ ഒരു ക്യാരക്ടറാണെന്ന് അത് താരതമ്യപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അത് പറയും കൊള്ളാട്ടാ. പക്ഷേ രമണനെ പോലെ ഒരു കളിയല്ല അതിൽ. രമണൻ ഇങ്ങനെ ഇത്തിരി പവറിൽ നിൽക്കുന്ന ക്യാരക്ടർ, ഇത്തിരി സ്പീഡ് കൂടുതലാണ്. നമ്മൾ ചില പാട്ട് പാടുന്നത് അഞ്ചരക്കട്ട എന്നൊക്കെ പറയണ പോലെ ഇതിൽ നമ്മൾ ഇത്തിരി സ്ലോ ആയിട്ടുള്ളൊരു പാവം ഒരു മനുഷ്യനാണ്. പക്ഷെ അവൻ ചെയ്യുന്ന ഉപകാരങ്ങൾക്കാണ് അവിടെ മാർക്ക്. ഒഫീഷ്യലി ഞാൻ സിനിമയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയെന്നല്ല നമ്മുടെ ഒരു സിനിമാ ലോകത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് സിനിമയിൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അശോകൻ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ കാലവും ഇപ്പോഴത്തെ സിനിമാ ലോകവും തമ്മിൽ, അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീൽഡിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്, രണ്ടും തമ്മിൽ എങ്ങനെയാണ് തോന്നുന്നത് ഒരു വ്യത്യാസം? എന്താണ് ആ ഒരു യാത്രയിൽ ഉള്ള ഒരു കാര്യം പറയാനായിട്ടുള്ള ഒരു ലൈഫ് സ്പാനെ പറ്റി പറയാനാണെങ്കിൽ? ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ഒരുപാട് ഫെസിലിറ്റികൾ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ അനായാസം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പണ്ട് മോണിറ്റർ പോലും ഇല്ല. ക്യാമറ അടുത്ത് ഡയറക്ടർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം സിനിമ കാണുന്നത് ക്യാമറമാനാണ്, ക്യാമറ കണ്ണിലൂടെ. ഡയറക്ടർ കാണുന്നില്ല, ഡയറക്ടർ കാണുന്നത് എഡിറ്റിങ്ങിലാണ്. ഇന്നും ഡയറക്ടർക്ക് സിനിമ കണ്ടു വേണമെങ്കിൽ ഓരോ സീനും ഓക്കെ വെക്കാം. അന്ന് ഫിലിമിലാണ് സിനിമ എടുത്തുകൊണ്ടിരുന്നത്. ഒരു റീടേക്ക് വരാതിരിക്കാൻ കുറേ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര ടേക്ക് എടുത്താലും കുഴപ്പമില്ല, കാരണം ഫിലിമില്ല ഇന്ന്. അപ്പോൾ വെരി ഈസിയാണ് ഇന്നത്തെ കാലത്ത് കുറച്ച്. പക്ഷേ ടെക്നിക്കലായിട്ട് കുറേ പ്ലസ് പോയിൻ്റ് എന്നുള്ള കാലഘട്ടമാണ്. അന്ന് ഫിലിമിലായിരുന്നു, മോണിറ്ററില്ല, പിന്നെ അന്ന് ഒരു ഫെസിലിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തേലും ഒരു ക്യാരവനില്ല, ഒന്നുമില്ല. നമ്മളൊരു കൂട്ടമായിട്ടിരുന്ന് ഒരു കുടുംബം പോലെ ഇരുന്നിട്ട് ചെയ്യുന്നു. ഇന്ന് ഓരോരുത്തരൊന്നും ഓരോ ക്യാരവനിലേക്ക് പോകുന്നു, അവരുടെ സ്വകാര്യതകളാണ്. പക്ഷെ അതൊന്നും മോശമൊന്നല്ല ഞാൻ പറയുന്നത്. ഇന്നത്തേലും വളരെ ദുർഘടമായിരുന്നു അന്നത്തെ ടെക്നീഷ്യന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വെരി ഈസിയാണ്, കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് കുറേ വളർന്നു. അതനുസരിച്ചിട്ട് ഇന്നത്തെ എഴുത്തുകാരും ഡയറക്ടേഴ്സും എല്ലാവരും ക്യാമറമാനും എല്ലാവരും കുറേയും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ടെക്നീഷ്യന്മാർ ഇതൊന്നില്ല, നല്ല കുറേ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്.
ഇന്നത്തെ ടെക്നീഷ്യന്മാർ അതുപോലെ തന്നെ ഇത് വെച്ചിട്ടും ഹിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും രണ്ട് ടൈപ്പാണെന്ന് മാത്രം. ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന, ഒട്ടും ഫെസിലിറ്റീസ് ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ് സാറ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസിൻ്റെയും സാധ്യതകളുടെയും ഉള്ളിൽ നിന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സിനോടൊക്കെ പഴയ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അഭിനയിച്ചിരുന്നത് എന്നൊരു അനുഭവ സമ്പത്ത് വെച്ച് ഒരു ഉപദേശമൊന്നോ അല്ലെങ്കിൽ ഒരു രണ്ട് വാക്ക് അവരോട് പറയാൻ പറഞ്ഞാൽ, പുതിയ തലമുറയിലെ അഭിനേതാക്കളോട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സാർ? ഇതാണ് ഫിലിമിന് ഭയങ്കര വിലയാണെന്ന്. ഇന്ന് ഫിലിമില്ലാത്തതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് പേടിയാണ്. ഒരു സീൻ പക്ക റിഹേഴ്സൽ എടുത്ത് ടൈമിംഗ് പിടിച്ച് ലൈറ്റെല്ലാം പൊസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൈറ്റ് പിടിച്ചോ ഈ ലൈറ്റ് പിടിച്ചോ അവിടെ വരുമ്പോൾ ആ മാർക്കിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവറാവാതെ ഷെയ്ഡ് വീഴാതെ ഒക്കെ നമുക്ക് അഭിനയിക്കണം. ഇന്ന് ഇവിടെ ഒരു ഷെയ്ഡ് വീണാലും നമുക്ക് ബ്രൈറ്റ് ചെയ്യാം അവിടെ. ഇനി പിടിക്കുന്ന ഈ മൈക്ക്, 2 മൈക്കും 2 ഫോണും ഇവിടെ ഇരിപ്പില്ലേ, നമ്മൾ ഷോട്ട് എടുത്തു, അടുത്ത സീനിൽ ചിലപ്പോൾ ഒരു മൈക്ക് ആരെങ്കിലും എടുത്ത് അറിയാതെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റേ 2 മൈക്കും വേണമെങ്കിൽ നമുക്ക് മാറ്റി കളയാം. ഒരു മൈക്കൂടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. എന്തൊരു സൗകര്യം എന്നറിയാമോ? അപ്പോൾ നമ്മൾ അന്ന് ഒരുപാട് റിഹേഴ്സൽ എടുത്ത് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അത്ര റിഹേഴ്സൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് തെറ്റിയ വീണ്ടും എടുക്കാം. ഭയങ്കര ഈസിയാണ് ഇന്ന് നമുക്ക് അഭിനയിക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. പഴയൊരു സിനിമയിലെ ക്യാരക്ടേഴ്സ് കിട്ടുന്നതിനുള്ള സാധ്യതകളും അല്ലെങ്കിൽ സിനിമാ ലോകത്തിനുള്ളിലുള്ള സംഘടനകളും കാഴ്ചപ്പാടുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അറിയില്ല, കാഴ്ചക്കാരന് വ്യക്തമായ കാരണങ്ങൾ അറിയില്ല. അപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അതിനുള്ളിൽ നിന്നുകൊണ്ട് സിനിമയുടെ ഉള്ളിലുള്ള സംഘടനകളും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സിനിമാ ലോകത്തെയും പറ്റി ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സംഘടനകളൊക്കെ വേണം ആവശ്യങ്ങൾക്ക് മാത്രം സംഘടനകൾ, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക സംഘടനയെ. അനാവശ്യമായ കാര്യങ്ങൾ അത് ഞാൻ പറയുന്നില്ല. ആവശ്യങ്ങൾക്ക് അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഒരു സംഘടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണിത്. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ തുടങ്ങി പിന്നീടാണ് പ്രൊഡ്യൂസർ ഉണ്ടാവുന്നത്. പ്രൊഡ്യൂസറുടെ കഥ പറഞ്ഞപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹീറോ ഉണ്ടാകുന്നു, ഡയറക്ടർ ഉണ്ട്, അങ്ങനെ പോയിട്ട് ചായ തരുന്ന ഒരാൾ തന്നെ. ഇവരെല്ലാവരും സംഘടിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും സെപ്പറേറ്റ് സംഘടനകളുണ്ടായി. അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരു സിനിമയെ കാണാനും അത് വിജയിപ്പിക്കാനും തോന്നുന്നത്. ഇനി അർജുൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, പേഴ്സണലി ചോദിക്കുകയാണ്, അർജുൻ ചേട്ടൻ എടുക്കുന്ന സിനിമകൾ, ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, പഴയൊരു നടൻ എന്ന നിലയ്ക്കും അച്ഛൻ എന്ന നിലയ്ക്കും അശോകൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അവൻ്റെ തീരുമാനങ്ങൾ നല്ലതാണ്, വളരെ പലതും ഭൂരിഭാഗം അവൻ്റെ തീരുമാനങ്ങൾ നല്ലതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ആലോചിച്ചാണ് സ്ക്രിപ്റ്റുകൾ വളരെ ചൂസ് ചെയ്താണ് എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ അതെ അതെ. ഇത് അച്ഛനിൽ നിന്ന് കിട്ടിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ എന്നിൽ നിന്ന് മാത്രമല്ല, അവൻ പലരിൽ നിന്നും കിട്ടിയതാണ്. സിനിമ കുറേ കാണും അവൻ. എല്ലാവരും, മലയാളം മാത്രമല്ല, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ് എല്ലാ സിനിമകളും കാണും. അതാണ് എൻ്റെ ഭ്രാന്താണ് അവന്. സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതിപ്പോൾ രാത്രി 3 മണി 4 മണി വരെയൊക്കെ അവൻ ലാപ്പിൽ അവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് അവനൊരു ക്യാരക്ടർ കിട്ടിയാൽ, ഇപ്പോൾ സിനിമ ഒരു കഥ പറഞ്ഞൊരു ക്യാരക്ടർ കിട്ടിയാൽ പിന്നെ അവൻ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതെനിക്കറിയാം. വീട്ടിൽ വന്ന് ചർച്ച ചെയ്യാറുണ്ടോ എടുക്കാൻ പോകുന്ന ക്യാരക്ടറോ സിനിമയോ? അങ്ങനെയൊന്നുമില്ല. അവൻ അതിനുള്ള ത്രാണിയായിട്ടുണ്ട്. അപ്പോൾ അവൻ ചെയ്തോളും തന്നെ കാര്യപ്രാപ്തിയുള്ള ലെവലിലോട്ട് എത്തിയതുകൊണ്ട് വീട്ടിൽ പറയും, ഞാൻ ഇന്നൊരു സാധനം ചെയ്യാൻ പോണത്, അടുത്തത് ഇന്നതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അച്ഛൻ തിരിച്ചും പറയാറുണ്ടോ ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു? ഞാൻ പറയും, അവര് അഭിനയിച്ചിട്ട് പൈസ തന്നില്ലടാ എന്നൊക്കെ പറയും. എനിക്കതൊക്കെ ഇനി പറയാറുണ്ട്. അർജുൻ അശോകൻ ചേട്ടൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? അർജുൻ ചേട്ടൻ അങ്ങനെ ഞാൻ പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ സംഭവം ചെയ്യാമെന്ന്, നല്ല രസമുള്ള സാധനം, അത് ചെയ്യാ പൊളിക്ക്, അടിച്ചു പൊളിക്കുന്നേ പറയുള്ളൂ എല്ലാത്തിനും. വൈബ് മൈൻഡാണ്. പിന്നെ വീട്ടിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ ഫണ്ടും? അതെ 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 അതെ. അർജുൻ സിനിമ വീട്ടിൽ വന്നിരുന്നു. അവിടെ മറ്റേ ചാവേറിന്റെ ഷൂട്ട് നടക്കുന്നു. നമ്മളായിട്ട് നല്ല സൗഹൃദത്തിലാണ്. പിന്നെ ഒരു കേട്ടുകേൾവിയാണോ ഉള്ളതാണോന്ന് അറിയില്ല. നമ്മൾ കരക്കമ്പികൾ മലയാളികൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കേട്ടുകേൾവി ചോദിക്കണം, ഒരിക്കലും ഈ സിനിമ റിലീസ് ചെയ്തിരുന്നതായിരുന്നു എന്നൊരു കരക്കമ്പി കേട്ടു ഉള്ളതാണോ? ഒന്ന് നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഒരുപാട് പേര് അഭിനയിച്ചാണ്. ഈ രീതിയിൽ വിജയിക്കോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഉണ്ട്. വലിയ രീതിയിൽ ഒരു ബഡ്ജറ്റ്. അന്ന് എങ്ങനെയായിരുന്നു പ്രതികരണം? ഗംഭീര പ്രതികരണം. അതിന്റെ ഇൻസ്പിറേഷനിലാണ് വീണ്ടും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നത്. അങ്ങനെയാണ്. അത് പയ്യന്നൂർ ഒരു 1-2 ദിവസം 3 ദിവസമായിട്ട് നമ്മൾ കളിച്ചിരുന്നു. ഹൗസ്ഫുൾ ആയിരുന്നു. വലിയ തിയേറ്റർ ആയിരുന്നു. 400-ലധികം സീറ്റുള്ള തിയേറ്റർ ആയിരുന്നു. അത് ഹൗസ്ഫുള്ളായി നിന്നും പോലും ആളുകൾ കണ്ടു. നല്ല അഭിപ്രായമായിരുന്നു. അശോകൻ ചേട്ടൻ വന്നിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല വിജയമായിരുന്നു. ആ ഒരു ഇതിലാണ് ഞങ്ങൾ പിന്നെ ഈ സിനിമ കേരളം മൊത്തം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അതിൽ വേറെ ഒന്നുമില്ല, ഞങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ ഞാൻ ഒരു ഹരിശ്രേഷവൻ ചേട്ടനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. തികച്ചും എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹരിശ്രേഷവൻ ചേട്ടൻ്റെ സിനിമകൾ പണ്ട് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്ന് മുമ്പിലിരുന്ന് ഒരിക്കൽ സംസാരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയല്ല കുഞ്ഞിലെയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഈ കിരൺ ടി വിയിലും സൂര്യ ടി വിയിലൊക്കെ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അത്ഭുതത്തോടെ ഒരുപാട് ചിരിച്ച് കണ്ടിട്ടുള്ളൊരു വലിയ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സംഭവിക്കുന്നതാണ് അതൊക്കെ. തീർച്ചയായിട്ടും ഞാനിത് സ്കൂളിൽ മോണോ ആക്ടിനൊക്കെ പോയി പിന്നെ മിമിക്രി ഇറങ്ങിയ സമയത്ത് മിമിക്രി പഠിച്ചു ചെയ്തു, മറ്റേ മത്സരങ്ങൾക്ക് പോയി, അത് കഴിഞ്ഞ് ഞാൻ അത്തച്ചമയത്തിന് പോയി, അങ്ങനെ ഓരോ പരിപാടിക്കും പോയി കലാഭവനിൽ വന്നു, കലാഭവനിൽ ഹരിശ്രീയിൽ വന്നു, ഹരിശ്രീയിൽ നിന്ന് സിനിമയിൽ വന്നു. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ആ റൂട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ട് സംഭവിച്ചു പോകും. നാളെ താനൊരു നല്ല ആക്ട്രസ് ആവാം, നാളെ ചിലപ്പോൾ ഒരു നല്ല എന്ത് വേണമെങ്കിലും ആകാം. നമ്മുടെ പരിശ്രമം പോലെ ഇരിക്കും. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വളരെ സന്തോഷം. എൻ്റെ ക്വസ്റ്റ്യൻ വരെ മറന്നുപോയി എന്നെ വല്ലാണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് നമ്മൾ അപ്പോൾ അങ്ങനെ വളരെ ഒരുപാട് സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഹരിശ്രേഷവൻ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് മലയാളികൾക്ക് കുറച്ച് കാലമായിട്ട് കംപ്ലീറ്റ്ലി മിസ്സായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ടിരുന്ന എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു സംഭവം ആക്ച്വലി നമുക്കിപ്പോൾ അങ്ങനെ അധികം കാണാൻ കിട്ടാറില്ല, അധികം നല്ല ഒട്ടും തന്നെ കാണാൻ കിട്ടാറില്ല. അപ്പോൾ ഒരു പക്ഷേ മലയാളികളെല്ലാവരും തന്നെ ആ ഒരു പഴയ കോമഡിയും പഴയ ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നത് കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും. ഹരിശ്രേഷവൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ ഏതെങ്കിലും ഒരു സിനിമയിലെ മലയാളികൾ ഒരുപാട് ഏറ്റെടുത്ത ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡയലോഗ് പ്ലീസ്. തികച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എളിയ ആഗ്രഹമാണ്. ഒരു പഴയൊരു നല്ല ഡയലോഗ് എന്ന് പറഞ്ഞു കാണിക്കാം. ഇഷ്ടംപോലെ ഡയലോഗ് ഉണ്ട്. ഞങ്ങളല്ലല്ലോ ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ, അങ്ങനത്തെ സാധനമില്ലേ, അതുപോലത്തെ ഏതെങ്കിലും ഒരു അടിപൊളി ഡയലോഗ് മലയാളികളുടെ ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന എല്ലാ ഡയലോഗുകളും ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ രാവിലെ എനിക്ക് കറക്റ്റ് ടൈമിൽ ഒരു സ്ഥലത്ത് എത്തണം. ഒരു 5 മണി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെത്തേണ്ട കാര്യമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. 10 മണിക്ക് അവിടെ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ ഇത് വെച്ചു, ഞാൻ അവിടെ 10 മണിക്ക് അവിടെ എത്തി. അത് കഴിഞ്ഞ് ഇവിടെ 4 അല്ലെങ്കിൽ 4:30 ആണെന്നുണ്ട് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ പറഞ്ഞു ഒരെണ്ണം കൂടി അവിടെ എടുത്തിട്ട് പോകുന്നു. ഞാൻ പറ്റില്ല, ഇവിടെ എത്തണം, അത് പറഞ്ഞേക്കണം. അപ്പം ഞാൻ കൃത്യസമയം പാലിക്കുന്ന ഒരാളാണ്. രാവിലെ 5:30 എണീച്ച് ഞാൻ നടക്കാൻ പോകലും അതിന് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് സമയങ്ങൾ കിട്ടിയില്ലെങ്കിൽ അപ്പം എൻ്റെ വൈഫാണ് എൻ്റെ കൂട്ടുകാരി. അപ്പം ഞാനും പറഞ്ഞു ഞാൻ പ്രോട്ടീൻ പൗഡർ എടുക്കട്ടെ, ഞാൻ ഒരു വേണ്ട, ഞാൻ ഇറങ്ങി സമയമില്ലാന്ന്. അവൻ എന്നോട് പറയും സുഗുണം പോവരുത്, എൻ്റെ ഭാര്യ എന്നോട് സുഗുണം പോവരുത്. ഇതൊക്കെയാണ് ഞങ്ങൾ പറയണ വീട്ടിൽ ഡയലോഗ്. എല്ലാ സിനിമയിലെ ഡയലോഗ് എൻ്റെ വൈഫും ഞാനും അങ്ങോട്ട്. എൻ്റെ മോൻ പറയും എന്നോട്, എൻ്റെ മരുമോളും പറഞ്ഞു തുടങ്ങി. ഇപ്പം എൻ്റെ മോള് കത്രയെന്ന് വിളിക്കുമ്പോൾ പറയും ഈ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഉള്ളിൽ പറയില്ല, അങ്ങോട്ട് പറയേണ്ട സാഹചര്യം വരുന്നില്ല, എല്ലാവരും ഇങ്ങോട്ട് പറയും അങ്ങോട്ടും പറയും. അങ്ങനെയാണ്. എന്നാൽ ഒരു ഡയലോഗ് ഞങ്ങൾ മുതലാളി ജഗ 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 മറ്റേ അമ്മടെ പുളുസവും കൂടെ പറയും. അമ്മടെ പുളുസോ ഇതൊക്കെ സ്റ്റേജിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയിക്കുന്നതാണ്. ലോകത്ത് മലയാളികളുള്ള പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന രമണന്റെ ഡയലോഗുകളാണ് എല്ലാവരും പറയുന്നത്. അത് രമണൻ എല്ലാവരും മനസ്സിലുണ്ട് ഇല്ലേ? നമ്മൾ ചെയ്തൊരു ക്യാരക്ടേഴ്സ് അവരുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, അതാണ് നമ്മുടെ ഓസ്കാർ അവാർഡ്. ഒരു സിനിമ ഒരു കഥാപാത്രം എല്ലാവരും മനസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഓസ്കാർ അവാർഡ്. അല്ലെ നമ്മളെ കഴിഞ്ഞ ഓസ്കാർ ഏതാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയില്ല. രമണൻ പഞ്ചാബി ഹൗസ്. അത്രേ ഉള്ളൂ. ഈ ഒരു ടീമിന്റെ കൂടെ ഉള്ളൊരു എങ്ങനെയുണ്ട്? വ്യത്യസ്തമാർന്ന പല ടീമുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയുണ്ട് ഈ ഒരു ടീമിന്റെ കൂടെ ഉള്ള കംഫർട്ടബിൾ? ഈ ടീമിന്റെ ഉള്ള അനുഭവം മറക്കാൻ പറ്റില്ല. അന്തർമാന്റെ യാത്രകൾ എങ്ങനെയാണോ ദുർഘടം പിടിച്ചതാണ്, സിനിമ വീടിനെ നയിച്ചുകൊണ്ടുള്ള ഈ യാത്ര, അത് ഈ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് എന്തായാലും വിജയത്തിലെത്തി. അത് കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഇത് വിജയം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ വേറെ കാര്യം അശോകേട്ടന് പറയാനുള്ളത്, നമ്മൾ പയ്യന്നൂർ സ്ലാങ്ങിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് വളരെ അനായാസം. ഷൂട്ടിന്റെ 2 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മളോട് എടറ പോന്ന് ആ സ്ലാങ്ങിലേക്ക് മാറി. പിന്നെ നമ്മളെ ഒരു കൂട്ടുകാരനായി മാറുകയായിരുന്നു. അശോകേട്ടന് കിട്ടിയതാണ്. അത് ഇവരെ സെറ്റിൽ മാത്രമല്ല, ഞാൻ എല്ലാ സെറ്റിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അശോകേട്ടൻ ചെയ്ത് കണ്ട് ശീലിച്ച പ്രേക്ഷകര് അങ്ങനെ ഒരു വേഷം അങ്ങനെ ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്തർദമൻ കണ്ടാൽ അശോകേട്ടൻ ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും അശോകേട്ടന്റെ ആരാധകർ. തീർച്ചയായിട്ടും അശോകേട്ടൻ ഈ രീതിയിലുള്ള ക്യാരക്ടർ കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയും. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളും അശോകേട്ടൻ ആരാധിക്കുന്ന ആളുകളാണ്. അശോകേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിച്ചു.
ഈ സിനിമ കണ്ടാൽ ആളുകൾ അങ്ങനെ ആഗ്രഹിക്കും. ഇങ്ങനെ ഒരു ക്യാരക്ടറിലും കാണാൻ തീർച്ചയായിട്ടും ഇങ്ങനെ വ്യത്യസ്തമായ വേഷം ചെയ്യണം. കാരണം ഒരുപാട് സാധ്യതയുള്ള ഒരു ആക്ടറാണ് അശോകേട്ടൻ. ഉറപ്പായിട്ടും. അതാണ് അത് പുറത്തെടുത്തിട്ട് അശോകേട്ടൻ്റെ അഭിനയശേഷി മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അങ്ങനെ കുറ്റമായിട്ടൊന്നും പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ഉണ്ട്. അങ്ങനെ ചില സിനിമകളുണ്ട്, തമാശ പറഞ്ഞ സിനിമകളിൽ തന്നെ കരയിക്കുന്ന അശോകേട്ടൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് വേറൊരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പ്രേക്ഷകർ ആഗ്രഹിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അശോകേട്ടൻ്റെ അടുത്തുനിന്ന് തീർച്ചയായിട്ടും നിരവധി കഥാപാത്രങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു തുടക്കമായിരിക്കും. സീരിയസ് ക്യാരക്ടേഴ്സിന്റെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടർ. അപ്പൊ അതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനിങ്ങനെ തിരിച്ചു പറഞ്ഞു ചോദിക്കും. വ്യത്യസ്തമായിട്ട് ചെയ്ത കഥാപാത്രങ്ങളെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇനിയും മലയാളികൾക്ക് ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പൊട്ടിക്കഴിയണമെന്നില്ല. അയാളുടെ ജീവിതമാണ് ഫീൽ ചെയ്യണത്. അയാൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആൾക്കാർക്ക് ഭയങ്കര നൊമ്പരം ഉണ്ടാകും. അത് പ്രേക്ഷകരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ അശോകേട്ടന് 200% കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ തരുന്ന ഉറപ്പ്, കോൺഫിഡൻസും. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന മഹാനടന്റെ തമാശകളെല്ലാം അതിൻ്റെ അകത്ത് എല്ലാ തമാശക്കും ഒരു നൊമ്പരമുണ്ട്. തീർച്ചയായിട്ടും ആ നൊമ്പരം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മനസ്സിൽ നിൽക്കുള്ളൂ, കണ്ടുപോകും. അതുകൊണ്ടാണ് രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ അത്ര ഹിറ്റാകാൻ കാരണം അതിൽ തൊഴിലില്ലാത്ത 3 ചെറുപ്പക്കാരുടെ കഥയെന്ന് പറയണം. അങ്ങനെ തൊഴിലില്ലാത്ത 2 പേരെ കഥ പറക്കും തളിയാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു പെയിൻ വേണം ഹീറോസിൻ്റെ. ആ പെയിൻ ഇല്ലെങ്കിൽ തമാശ നിൽക്കില്ല. തമാശയ്ക്ക് എപ്പോഴും ഒരു നൊമ്പരം ഉണ്ടാവണം. ആ നൊമ്പരം അന്ത്രൂതമേനും ഉണ്ട്. അത് മനസ്സിൽ വിഷമം വെച്ച് അല്ലെങ്കിൽ ആ വിഷമത്തിന്റെ ഫീൽ ചെയ്ത് പറയുന്ന തമാശകളാണ് മനുഷ്യ മനസ്സിൽ വീണ്ടും ഒരുപാട് കാലം നിലനിൽക്കാൻ സാധ്യതയുള്ളത്. അല്ല, അവന്റെ വേദനയാണ്, പക്ഷെ അവനത് പുറത്ത് കാണിക്കുന്നില്ല. എനിവേസ്, അന്ത്രൂതമാനൊരു മനോഹരമായിട്ടുള്ള മൂവി ആകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളികൾ എല്ലാവരും ഇത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടനെ മലയാളികൾ എക്കാലവും ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ട് തന്നെയുള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമയും നമ്മളെല്ലാവരും ഏറ്റെടുക്കും, വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ മൊമെന്റ്. കണ്ടിട്ട് അന്ന് തന്നെ വിളിക്കും. സിനിമ കണ്ടിട്ട് അന്ന് തന്നെ വിളിക്കാൻ. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ കണ്ടു എന്നറിയണ്ടേ.